ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് വിധിയെഴുത്ത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. രാജ്യത്തെ SIR പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ച ഇന്ന് ലോക്സഭയിൽ നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്താകെ 50,95,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 2,72,00,000 കവിഞ്ഞു. വ്യോമസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി റാം മോഹൻ നായിഡു. വിമാന സർവീസുകൾ ഉടൻ സാധാരണ നിലയിലാകുമെന്നും കേന്ദ്ര സർക്കാർ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കട്ടക്കിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. മിക്ക ബൂത്തുകളിലും രാവിലെ 6:30 മുൻപായി മോക്ക് പോൾ പൂർത്തിയായി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടം വ്യാഴാഴ്ചയും വോട്ടെണ്ണൽ 13-നും നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. രാവിലെ 6 മണിക്ക് നടത്തിയ മോക്ക് പോളിന് ശേഷമാണ് 7 മണിക്ക് വോട്ടെടുപ്പിന് തുടക്കമായത്. വൈകിട്ട് 6 വരെ വോട്ടെടുപ്പ് തുടരും. 6 മണിക്ക് പോളിംഗ് സ്റ്റേഷനിൽ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും പ്രത്യേക സ്ലിപ്പ് നൽകുകയും അവരെ കൂടി വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യും. കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾക്ക് പുറമെ 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രവേശിക്കാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന സമ്മതിദായകർ തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ തിരിച്ചറിയൽ കാർഡ്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ സ്ലിപ്പ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SSLC സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തിരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസ കാലയളവിന് മുൻപ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കാം. തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പിന് മുന്നോടിയായി രാവിലെ 6 മണിയോടെ തന്നെ മോക്ക് പോളിംഗും നടന്നു. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജസ്റ്റിൻ ഫ്രാൻസിസ് വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ആ വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. ജില്ലയിലാകെ 90 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 3254 പോളിംഗ് സ്റ്റേഷനുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 6300 സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം ജില്ലയിൽ ജനവിധി തേടുന്നത്. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡായ പായ്പാടം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പുതിയ തീയതി നിശ്ചയിച്ചുള്ള വിജ്ഞാപനം ഇറക്കാൻ വരണാധികാരിക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇനി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിലെ സ്ഥാനാർത്ഥികൾ വീണ്ടും നാമനിർദ്ദേശ പത്രിക നൽകേണ്ടതില്ല. കേരളത്തിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും ഹരിതചട്ടം പാലിക്കുന്നതിന് പുറമെ വിവിധ ജില്ലകളിലായി നിരവധി ബൂത്തുകൾ മാതൃകാ ഹരിത ബൂത്തുകൾ എന്ന നിലയിലും സജ്ജമാക്കിയിട്ടുണ്ട്. 814 പോളിംഗ് ബൂത്തുകൾ മാതൃകാ ഹരിത ബൂത്തുകളാണ്. ഏറ്റവും കൂടുതൽ മാതൃകാ ഹരിത ബൂത്തുകളുള്ളത് എറണാകുളം ജില്ലയിലാണ്. ഓല, മുള, ഈറ്റ, പനമ്പ്, തഴപ്പായ തുടങ്ങിയ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചാണ് മാതൃകാ ഹരിത ബൂത്തുകൾ അലങ്കരിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പിന് പ്രത്യേക സജ്ജീകരണങ്ങളുമായി പിങ്ക് യങ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൌരന്മാർ, രോഗികൾ, ഗർഭിണികൾ എന്നിവർക്കായാണ് ഈ പോളിംഗ് സ്റ്റേഷനുകൾ. മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. രോഗികൾ, ഗർഭിണികൾ, മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ക്യൂവിൽ മുൻഗണന നൽകും. കന്നി വോട്ടർമാർക്ക് ബൂത്തുകളിൽ സ്വീകരണമൊരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 7374 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. 26,67,746 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 3021 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലയിലുള്ള 72 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തി. മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട്, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട ഗവി, ആവണിപ്പാറ എന്നിവിടങ്ങളിൽ സമ്മതിദായകരിൽ ഏറെയും തമിഴ് വംശജരും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരുമാണ്. ഗവിയിലെ 3-ാം നമ്പർ നിയോജക മണ്ഡലവും മലയാലപ്പുഴയിലെ പുതുക്കുളം, തോട്ടം എന്നീ നിയോജക മണ്ഡലങ്ങളിലായി ബാലറ്റ് പേപ്പറിൽ മലയാളത്തിനൊപ്പം തമിഴ് ഭാഷയിലും വിവരങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്.
തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ, വാണിജ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ വോട്ടർമാരായ ജീവനക്കാർക്ക് അവധി ബാധകമല്ലെങ്കിലും ഭരണസേവന മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വോട്ട് ചെയ്യാൻ അനുമതി ലഭിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം പ്രക്ഷേപണം ചെയ്യും. ഇന്ന് രാവിലെ 9:55, വൈകിട്ട് 3:30, 4:30 എന്നീ സമയങ്ങളിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകളിലൂടെ വോട്ടെടുപ്പിന്റെ തത്സമയ വിവരങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. കലാശക്കൊട്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾ സമാധാനപരമായി ആയിരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്താകെ 50,95,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ 99.95% വോട്ടർമാർക്ക് ഫോം ലഭ്യമാക്കി. 50 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,72,22,745 ഉയർന്നതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കരകൌശല മേഖലയിലെ മികവിനുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 2023-24 വർഷങ്ങളിലെ അവാർഡുകളാണ് നൽകുന്നത്. ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ കരകൌശല പാരമ്പര്യം സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ പുരസ്കാരങ്ങളെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ച ഇന്ന് ലോക്സഭയിൽ നടക്കും. രാജ്യസഭയിൽ ഇന്ന് വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതേസമയം ആരോഗ്യ സുരക്ഷ, ദേശീയ സുരക്ഷാ സെസ് ബിൽ പാർലമെന്റ് ഇന്നലെ പാസാക്കിയിരുന്നു. പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളുടെ മേൽ സെസ് ചുമത്താനും അതിൽ നിന്നുള്ള വരുമാനം പൊതുജനാരോഗ്യത്തിനും ദേശീയ സുരക്ഷയ്ക്കുമായി ചെലവഴിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ബിൽ. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി ഇന്ത്യയ്ക്കുണ്ടെന്നും വന്ദേമാതരം അതിനുള്ള ശക്തിയും പ്രചോദനവും നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇന്നലെ ലോക്സഭയിൽ തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. वंदेमातरम के 100 साल हुए तब देश आपातकाल की जंजीरों में जकड़ा हुआ. जब वंदे मातरम 100 साल का हुआ, अत्यंत उत्तम पर्व था, तब भारत के संविधान का गला घोंट दिया गया था. जब वंदे मातरम 100 साल का हुआ, तब देशभक्ति के लिए जीने मरने वाले लोगों को जेल के सलाखों के पीछे बंद कर दिया गया. വ്യോമസുരക്ഷ സർക്കാരിന്റെ മുന്തിയ പരിഗണനയിലായതിനാൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു രാജ്യസഭയെ അറിയിച്ചു. ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വിമാന സർവീസുകൾ ഉടൻ സാധാരണ നിലയിലാകുമെന്ന് സിവിൽ ഏവിയേഷൻ സെക്രട്ടറി സമീർ കുമാർ സിൻഹ അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കട്ടക്കിലെ ബാരാബതി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. പരമ്പരയിൽ 5 മത്സരങ്ങളാണ് ഉള്ളത്. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൌണിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പുരുഷ ഹോക്കി ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടിയാണ് മത്സരം സമനിലയിലെത്തിച്ചത്. ആദ്യ മത്സരം ഇന്ത്യ 5-2 സ്വന്തമാക്കിയിരുന്നു. പരമ്പരയിലെ അവസാന മത്സരം നാളെ നടക്കും. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 5ാമത് അടൽ ബിഹാരി വാജ്പേയി സ്മാരക പ്രഭാഷണം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. സിംഗപ്പൂർ പ്രധാനമന്ത്രിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് ടിയോ ചി ഹീൻ മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് വിധിയെഴുത്ത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വോട്ടെടുപ്പ് വ്യാഴാഴ്ച. രാജ്യത്തെ SIR പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ച ഇന്ന് ലോക്സഭയിൽ നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്താകെ 50,95,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 2,72,00,000 കവിഞ്ഞു.
വ്യോമസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു. വിമാന സർവീസുകൾ ഉടൻ സാധാരണ നിലയിലാകുമെന്നും കേന്ദ്ര സർക്കാർ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കട്ടക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ ഇനി 9:55.